WCSS തമിഴ്നാട് സമിതി വനിതാ ഭാരവാഹികൾ നമുക്ക് ഇങ്ങനെ ഒരു ഗൂഗിൾ മീറ്റിലൂടെ രാമായണ പാരായണം വായിക്കുവാൻ സംവിധാനം ഒരുക്കി തന്ന അംഗങ്ങൾ, മറ്റു പ്രാദേശിക സമിതിയിലെ അംഗങ്ങളെ എല്ലാവർക്കും എൻ്റെ സാദര നമസ്കാരം. ഇന്ന് 20ാം ദിവസത്തിലേക്ക് കടക്കുകയാണ് നമ്മുടെ രാമായണ പാരായണം. ഇന്ന് രാമായണം വായിക്കുന്നത് തൂണമ്പൽ പ്രാദേശികമാണ്. പ്രാദേശികത്തിൽ വായിക്കുന്നത് 3 പേരാണ്. ശ്രീ ജയകുമാർ, അദ്ദേഹം തൂണമ്പൽ സമിതിയുടെ സെക്രട്ടറി കൂടിയാണ്. അടുത്തതായി വിജയലളിത, ശ്രീമതി വിജയലളിത. അടുത്ത ശ്രീ രാജേഷ് തൂണമ്പൽ എന്നിവരാണ്. നമ്മുടെ ഇന്ന് സന്ദേശം നൽകുന്നത് സുപ്രിയ അനീഷാണ്. സുപ്രിയ അനീഷ് ഒരു യൂട്യൂബർ കൂടിയാണ്. അവരെ നമ്മുടെ സമുദായത്തിലെ പഴയകാല വിഭവങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്ന ഒരു നല്ല യൂട്യൂബർ കൂടിയാണ്. നന്ദി പറയുന്നത് ശ്രീമാൻ കുഴപ്പ് രവീന്ദ്രനാണ്. ശ്ലോകം ചൊല്ലുന്നത് ശ്രീ നീലാംബരി വിനോദ് കോളിമാട് പ്രാദേശികം. സ്വാഗതം ചെയ്യുന്നത് ശ്രീമാൻ പ്രഭാകരൻ ഈരാനി. അദ്ദേഹം തൂണമ്പൽ സമിതിയുടെ പ്രസിഡന്റ് കൂടിയാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ ക്ഷണിച്ചുകൊള്ളുന്നു. വയനാടൻ ജെട്ടി സർവീസ് സൊസൈറ്റി തമിഴ്നാടും വനവേദിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന രാമായണ പാരായണ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. 20ാം ദിവസമായി ഇന്ന് തൂണമ്പൽ സമിതിയുടെ പാരായണമാണ് ഇവിടെ നടക്കുന്നത്. സുന്ദരകാന്ഡമാണ് ഇന്നത്തെ പാരായണം. ഗൂഗിൾ മീറ്റിംഗിലൂടെ ഞങ്ങൾക്ക് അവസരം തന്ന മുൻനിര പ്രവർത്തകർക്കും ആമുഖം അവതരിപ്പിക്കുന്ന സതീഷ് കോളിമാടിനും സ്വാഗതം. അതുപോലെ പാരായണം നടത്തുന്നവർക്കും സ്വാഗതം ചെയ്യുന്നു. രാമായണം വിശകലനം ചെയ്തു തരുന്ന സുപ്രിയ അനീഷ് ഒരു യൂട്യൂബർ കൂടിയാണ്. ഈ വ്യക്തിക്കും സ്വാഗതം ആശംസിക്കുന്നു. പരമൻ മാസ്റ്ററുടെ മകളാണ് ഇവർ. ഈ വേദിയിലേക്ക് സ്വാഗതം. നമുക്ക് കൃതജ്ഞത അവതരിപ്പിക്കുന്നത് രവീന്ദ്രൻ താക്കൂർ അവരുകളാണ്. ഈ ശ്ലോകം അവതരിപ്പിക്കുന്ന നീലാംബരി വിനോജിനും സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി പ്രാദേശിക സമിതിയുടെ രാമായണ പാരായണത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ, ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. സുന്ദരകാന്ഡം. സകല സുഖകുല വിമല തിലകിത കളേബരേ സാരസ്യ പീയൂഷ സാര സർവസ്വമീ, കഥയ മമ കഥകളതി സാദരം, കാകുൽസ്ഥലീലകൾ കേട്ടാൽ മതീവരാ, കിളിമകളോടതിസര സമിതി രഘുകുലാധിപൻ, കീർത്തി കേട്ടിടുവാൻ ചോദിച്ചനന്തരം, കളമൊഴിയും അഴകിനോട് തൊഴുതു ചൊല്ലിയിടിനാൻ, കാരുണ്യമൂർത്തിയെ ചിന്തിച്ചു മാനസേ, സിമഹികരി സുതയോട് ചിരിച്ചു ഗംഗാധര, നെങ്കിലോ കേട്ടുകൊൾ വന്നരുളി ചെയ്തു, ലവണജലനിധി ശകതയോജന വിസ്തൃതം, ലംഘിച്ചു ലങ്കയിൽ ചെല്ലുവാൻ മാരുതി, മനുജ പരിവൃഢ ചരണ നളിനയുഗളം മുത, മാനസേ ചിന്തിച്ചുറപ്പിച്ചു നിശ്ചലം, കവിവരരൊടമിത ബല സഹിതമുര ചെയ്തിതു, കണ്ടുകൊള്ളിൻ നിങ്ങളെങ്കിലെല്ലാവരും, മമ ജനക സദൃശമതി സബലമംബരേ, മാനനെ പോകുന്നിതാരോശാലയോ, അചതനയതനയസരസമധിക സാഹസ, ലദ്ദൈവ പശ്യാമി രാമപത്നീമതം, അഖില ജഗതധിപനോട് വിരവിലറിയിപ്പനി, ഗദ്യാകൃതാർത്ഥനോകൃതാത്യോത്മുഖം,
പ്രണതജന ബഹുജനന മരണഹര നാമകം പ്രാണപ്രയാണ കലേ നിരൂപിപ്പവൻ ജനിമരണ ജലനിധിയെ വിരവോട് കടക്കുമാ നജ്ഞനം പുനസ്തസ്യാദുത്യോസ്മ്യുഖം തദനു മമ ഹൃദി സപതി രഘുപതിരാനാരദം തസ്യാങ്കുലിയുമുണ്ടു ശിരസി മേ കിമപി നപിതയ മുദതി സപതി തരിതു നിങ്ങൾ ഈശപ്രവരരെ ഖേദിക്കയേതുമേ ഇതി പവന തനയനുര ചെയ്തു വാലും നിജമേറ്റുമുയർത്തി പരത്തിക്കരങ്ങളും അതിവിപുലകള തലവുമർജവമാക്കി നിന്നാങ്കുഞ്ചി ദശപദനപുരി ഖണ്ഡിച്ച ഹൃദയവും ഉറപ്പിച്ചു ദക്ഷിണാദിക്കുമാലോക്യ ചാടിയിടിനാൻ പദഗപതിരിവ പവനസുതനത വിഹായസ ഭാനുബിംബാവയ പോകും ദശാന്തരെ അമരസമുദയ മനില തനയ ബലവേഗങ്ങളാലോക്യ ചൊന്നാർ പരീക്ഷണാർത്ഥം തഥാ സുരസയോടു പവനസുത സുഗഗതി മുടക്കുവാൻ തൂർണം നടന്നിതു നാഗജനനിയും ത്വരിത മനിലജ മതിബലങ്ങളറിഞ്ഞതി സൂക്ഷ്മദൃശ്യ വരികന്നതോ കേട്ടവൾ ഗഗനപതി പവനസുത ജപഗതി മുടക്കുവാൻ ഗർവേണ ചെന്നു തൽ സന്നിധവും മീവിനാൾ കഠിനതര മലറി അവളവനോടുര ചെയ്തിതു കണ്ടീലയോ ഭവാൻ എന്നെ കൽവര വയരഹിതമിതുവഴി നടക്കുന്നവർകളെ ഭക്ഷിപ്പതിന്നുമാം കൽപ്പിച്ചീരീശ്വരൻ വിധിവിഹിതമശനഹമിഹ ന്യൂനമദ്യാത്വയ വീരാവിശപ്പെനിക്കേറ്റമുണ്ടോർക്ക നീ മമപതന കുകുരമതിൽ വിരവിനോടു പോക നീ മറ്റൊന്നു മൂർത്തു കാലം കളയായികടോ സരസമിതി രഭസതരമതനു സുരസാഗിരം സാഹസാർ കേട്ടനയിലാത്മജൻ ചൊല്ലിനാൻ അഹമഖില ജഗദധിപന മനസ്ഗുരു ശാസനാലാശു സീതാന്വേഷണത്തിനു പോകുന്നു അവളെ നിശിചരപുരിയിൽ വിരവിനോടു ചെന്നു കണ്ടദ്യാവ ശോഭ വരുന്നതുമുണ്ടു ഞാൻ ജനക നരപതി ദുഹൃത് ചരിതമകം ദ്രുതം ചെന്നു രഘുപതിയോടറിയിച്ചു ഞാൻ തവവദന കുഹരമതിലഭ ഗതഭയാകുലം താല്പര്യം ഉൾക്കൊണ്ടുവന്നു പുക്കിയിടുവൻ അനൃതമകതയിൽ പൊഴുതുമറവീലഹമാശു മാർഗം ദേഹി ദേവി നമോസ്തുതേ തതനു കവികുലവരനോടവളു മുര ചെയ്തു ദാഹവും ചുത്തും പൊറുക്കരുതേതുമേ മനസ്സി തവ സുദൃഢമിതി യതി സബതി സാദരം വാപിളർന്നിടന്നു മാരുതി ചൊല്ലിനാൻ അതിവിപുലവുമൊട്ടിലുമൊരു യോജനായാമയാമായ ശുഗനന്ദനൻ നിന്നതു കണ്ടവൾ അതിലധിക തരവദന വിവരമുടനാകുലമദ്ഭുതമായഞ്ചു യോജന വിസ്തൃതം പവനതനയനുമതിനു ഛടിതീ ദശയോജന പരിമിതി കലർന്നു കാണായൊരനന്തരം നിജമനസി ഗുരുകുതുകമോട് സുരസയും തഥാ നിന്നാളിരുപത് യോജന വായുമായി മുഖകുഹരമതി വിപുലമിതി കരുതി മാരുതി 30 യോജന വണ്ണമായി വേവിനാൻ അലമലമിത അമയമലനരുതു ജയമാർഗുമെന്ന് 50 യോജന വാപിളർന്നിടിനാൾ അതുപൊഴുതു പവനസുതനദീ കൃശരീരനായങ്കുഷ്ട തുല്യനായുൾപ്പുക്കരുളിനാൻ തതനു രഘുതരമവനു ഒരു തരതപോവലാൽ തത്ര പുറത്തു ചൊല്ലിനാൻ ശൃണു സുമുഖി സുരസുഖവരേ സുരസേ ശുഭേ ശുദ്ധേ ഭുജംഗമാതാവേ നമോസ്തുതേ ശരണമിഹ ചരണ സരസിജായുഗളമേവതേ
ശാന്തേ ശരണ്യേ നമസ്തേ നമോസ്തേ. പ്ലവക പരിവൃഢ വചന നിശമനന ദശാന്തരേ. പേർത്തും ചിരിച്ചു പറഞ്ഞു സുരസയും വരിക തവ ജയമതി സുഖേന. പൂജ്യന്നു നീ വല്ലഭാവൃത്താന്ത മുള്ളവണ്ണം മുതാ. രഘുപതിയോടഖിലമറിയിക്കതൽ കോപേന രക്ഷോ ഗണത്തെയുമൊക്കെയൊടുക്കണം. അറിവതിനു തവ ബല വിവേക വേഗാദികളാതിഥേയന്മാരയച്ചു വന്നേനകം. നിജചരിതമഖിലമവനോടറിയിച്ചു പോയി നിർജ്ജലാലോകം ഗമിച്ചിടിനാൾ സുരസയും. പവനസുതനാഥ ഗഗനപതി ഗരുഡ തുല്യനായി പാഞ്ഞു പരവരാമീരെ ഗമിക്കുമ്പോൾ ജലനിധിയും അചലവരനോട് ചൊല്ലിയിടിനാൽ ചെന്നു നീ സൽക്കരിക്കേണം കവീന്ദ്രനെ. സാഗര നരപതി തനിയനാരെന്നെ വളർക്കയാൽ സാഗരമെന്നു ചൊല്ലുന്നതെല്ലാവരും. തഥവിജയന ഭവാനറിക രാമൻ തിരുവടി തസ്യാകാര്യാർത്ഥമായി പോകുന്നു ഇവൻ. ഇടയിലൊരു പതനം അവനില്ല തൽക്കർണാലിച്ചയാ തളർച്ച തീരണം. മണികനയ മയനമലമയ മൈനാകവും മാനുഷവേഷം ധരിച്ചു ചൊല്ലിയിടിനാൻ. ഹിമശിഖിര തനിയനാമറിയ കബീവീരാ തളർച്ചയും തീർക്കടോ. സലിലനിധി സർവ സമയമായി കായാൽ ദാഹവും ദാഹവും തീർത്തു പോയിക്കൊള്ളുകടോ. അമൃത സമജലവും മതിമധുരം മധുപൂർവര മർദ്ദപക്കങ്ങളും ഭക്ഷിച്ചു കൊള്ളുക നീ. അമലമല വിതരുതരുതോ രാമകരുതെങ്ങുമീ. പോരും വഴിയിലാശനശയനങ്ങൾ ചെയ്യുന്നതും ഓർത്തു മറ്റൊന്നു ഭവിക്കുന്നുള്ളതും. അനുചിതമിതറിക രഘുകുലാദിക കാര്യങ്ങളൻപോട് സാധിച്ചൊഴിഞ്ഞരുതെന്നുമീ. വിഗത ഭയം ഇനി വിലപോടുന്നു ഞാൻ പോകുന്നു ബന്ധു സൽക്കാരം പരിഗ്രഹിച്ചേനകം. പവനസുതാരിയോം വയുമുര ചെയ്തു താൻ കൈകളാൽ പർവ്വതാധീശ്വരൻ തലോടിയാൻ. പുനരവനുമനിലാസമമുഴറി നടകൊണ്ടിതു പുണ്യജനേന്ദ്രപുരം പ്രതി സംഭ്രമാൽ. താതനു ജലനിധീരതീ ഗഭീരദേശാലി സന്തതം വാഴുന്നു ഛായാഗണിയും. സരിതാധിപനുമപരി പരിചോരോട് പോകുന്നവൻ തൻ നിഴലാട്ടു പിടിച്ചു നിർത്തിയിടിനാൾ. അത് പൊഴുതു മതമ ഗതി മുടക്കിയ താരന്തരെ പാത്തു കീഴ്പോട്ടു നോക്കിയിടിനാൻ. അതിവിപുലതര ഭയങ്കരിയാങ്ങേ കണ്ടളവാഗ്രിപദ കോതനെ കൊന്നീടിനാൻ. ഹർഷനെ നിഴലതു പിടിച്ചു നിർത്തിക്കൊന്നു തിന്നുന്ന നീചയാം സിംഹിയെ കൊന്നാനന്തരം. ദശവദനപുരിയിൽ വിരവോട് പോയിവാൻ ദക്ഷിണാദിക്കു നോക്കി കുതിച്ചിരമഗിരി ശിരസി രവിയും പ്രവേശിച്ചു കാരുലങ്കാവോന്ദ്രനും. ദശവദന നഗരമതി വിമല വിപുലസ്ഥലം ദക്ഷിണാവാരിധി മധ്യേ മനോഹരം. ബഹൂലഫല കുസുമദലായുധ വിടപൈസാവുലം വല്ലീകുലാവൃതം പക്ഷിമൃഗംഗിതം. മണികനകമയ സാദൃശമാം ബുദ്ധിമധ്യേ ത്രികുടാചലപരിമാരുതി. കമലമകൾ ചരിതമറിവോട് കണ്ടിതു ലങ്കാനഗരം നിരുപമം. കനകവിരചിതമതിൽ കിടങ്ങും പലതരം കണ്ടു കടപ്പാൻ പണിയുന്നു മാനസേ. പരവശതയോട് ജഡിതി പല വഴി നിരൂപിച്ചു
പത്മനാഭൻ തന്നെ ധ്യാനിച്ചു മേവിനാൻ. നിശി തമസി നിശീചരപുരേ സ്വരൂപനായി നിർജ്ജനാദേശേ കടപ്പാനവൻ നിജമാനസി നിശീചരകുലാരിയെ ധ്യാനിച്ചു നിർജ്ജര വൈരീപുരം ഗമിച്ചിടിനാൻ. സന്ദേശം നൽകുന്നതിനെ സുപ്രിയ അനീഷിനെ ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ പറയുന്നത് എല്ലാവർക്കും കേൾക്കുന്നുണ്ടെന്നുള്ള വിശ്വാസത്തോടു കൂടി ഞാൻ ആരംഭിക്കുകയാണ്. രാമായണത്തിന്റെ മാഹാത്മ്യത്തെക്കുറിച്ചും അതിന്റെ പ്രസക്തിയെക്കുറിച്ചൊക്കെ എനിക്ക് മുന്നേ സന്ദേശം നൽകിയവർ വളരെ മനോഹരമായിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തിലേക്ക് കടക്കുന്നേയില്ല. എന്നെ ഇന്ന് ഏൽപ്പിച്ചിരിക്കുന്ന ഭാഗം ഹനുമാന്റെ സമുദ്ര ലംഘനം, മാർഗവിഘ്നം, ലങ്കാലക്ഷ്മി മോക്ഷം എന്നിവയാണ്. ഈ ഭാഗം ആദ്യമായിട്ട് വായിക്കുന്നവർക്ക് അല്ലെങ്കിൽ ആദ്യമായിട്ട് ഈ കേൾക്കുന്ന ഒരാൾക്ക് ശരിക്കും ഒരു സസ്പെൻസ് ത്രില്ലർ സിനിമ കാണുന്ന അനുഭവമായിരിക്കും. കാരണം അടുത്തത് എന്താണ് സംഭവിക്കുക എന്ന ഒരു ആകാംക്ഷയാണ് ഈ കഥയിലുടനീളം. അതുപോലെ തന്നെ ഒരുപാട് കഥാപാത്രങ്ങളുടെ പേരുകളും ഈ ഭാഗത്ത് വരുന്നുണ്ട്. അപ്പൊ ആ പേരുകളൊക്കെ നിങ്ങളുടെ മനസ്സിൽ കുറിച്ചിടും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഞാൻ കഥ തുടരുകയാണ്. ഓരോ വരിയുടെയും അർത്ഥം പറഞ്ഞു പോകാൻ മാത്രം അറിവ് എനിക്കില്ല. പിന്നെ നമുക്ക് സമയപരിമിതിയും ഉണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ചുരുക്കി പറയാൻ ശ്രമിക്കാം. പിന്നെ രാമായണത്തിൽ ഉടനീളം രാമൻ തന്നെയാണ് നായകൻ, അതിലൊട്ടും സംശയമില്ല. പക്ഷെ ഈ ഒരു ഭാഗത്ത് ഹനുമാൻ രാമനോളം അല്ലെങ്കിൽ രാമനേക്കാൾ ഒരു പടി മുകളിൽ നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോ കഴിഞ്ഞ ദിവസം വിസ്മരിക്കപ്പെട്ടുപോയ തന്റെ കഴിവിനെ ഓർമ്മപ്പെടുത്തിയ ജാംബവാനോടും രാമലക്ഷ്മണന്മാരോടും തന്റെ രാജാവായിട്ടുള്ള സുഗ്രീവനോടും മറ്റു വാനരപ്പടയോടെല്ലാം യാത്ര ചോദിച്ച് മഹേന്ദ്രഗിരി പർവ്വതത്തിന്റെ മുകളിലേക്ക് പോയ ഹനുമാനെയാണ് നമ്മൾ അവസാനമായിട്ട് കണ്ടത്. മഹേന്ദ്രഗിരി പർവ്വതം. എന്നിട്ട് അപ്പൊ മഹേന്ദ്രഗിരി പർവ്വതത്തിൽ നിന്നും ലങ്കയിലേക്കുള്ള ഹനുമാന്റെ അത്ഭുതകരമായ കുതിപ്പിനെയാണ് സമുദ്ര ലംഘനം എന്ന് ഒറ്റ വാക്കിൽ പറയാൻ പറ്റുക. അപ്പോ കുതിക്കുന്നതിന് മുന്നേ ഹനുമാൻ ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ സമയത്ത് സമുദ്രത്തിൽ നിന്നും നല്ല തണുത്തറ്റ് ഹനുമാന്റെ മുകളിലേക്ക് അടിക്കുകയാണ്. അപ്പൊ ഹനുമാൻ അത് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. തന്റെ പിതാവായ വായുദേവൻ തന്നെയാണെന്ന്. വായുദേവന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എത്ര വലിയ സമുദ്രം വേണമെങ്കിലും താണ്ടി കടക്കാനുള്ള ശക്തി തനിക്ക് കിട്ടുമെന്ന അറിവ് ഹനുമാനുണ്ടായിരുന്നു. അങ്ങനെ കൈലാസനാഥനായ ശിവനെയും മഹാവിഷ്ണുവിനെയും ബ്രഹ്മദേവനെയും താൻ നാളിതുവരെ കാണാത്ത സീതാദേവിയെയും സ്മരിച്ചുകൊണ്ട് രാമമന്ത്രം ജപിച്ചുകൊണ്ട് തന്റെ ശരീരം വലുതാക്കാൻ തുടങ്ങി. അങ്ങനെ സർവശക്തിയും ഉപയോഗിച്ച് മഹേന്ദ്രഗിരി പർവ്വതത്തിൽ നിന്നും ഹനുമാൻ ലങ്ക ലക്ഷ്യമാക്കി കുതിക്കുകയാണ്. അപ്പോ ഈ സമയത്ത് താൻ പോകുന്ന വഴിക്ക് ഒരുപാട് ദുർഘടമായ പ്രതിസന്ധികൾ ഉണ്ടാകുമെന്നുള്ള സൂചന ഹനുമാനുണ്ട്. പക്ഷേ താൻ ഇതൊക്കെ ചെയ്യുന്നത് ഒരു നല്ല കാര്യത്തിനാണെന്നുള്ള വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെ വിജയം ഉറപ്പെന്നുള്ളൊരു ധൈര്യവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പൊ ഇതാണ് സമുദ്ര ലംഘനത്തിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്. ഇനി ഈ യാത്രയിലുടനീളം എന്തൊക്കെ വിഘ്നങ്ങളാണ്, അതായത് എന്തൊക്കെ തടസ്സങ്ങളാണ് അദ്ദേഹം നേരിടുന്നതെന്ന് നോക്കാം. അങ്ങനെ വിശ്വകർമാവിന്റെ വിസ്മയ സൃഷ്ടിയായിട്ടുള്ള ലങ്ക ലക്ഷ്യമാക്കി ഹനുമാൻ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ യാത്രയ്ക്ക് ഇടയിൽ ഒരു പർവ്വതം മുകളിലേക്ക് ഇങ്ങനെ ഉയർന്നു വരിക. നമ്മൾ മലയാളത്തിൽ ഒരു പാട്ട് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. മൈനാകം കടലിൽ നിന്നുയരുന്നുവോ. അപ്പൊ ആ കടലിൽ നിന്ന് ഉയരുക എന്നുള്ള ആ ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. സാധാരണ പർവ്വതങ്ങളൊന്നും കടലിൽ നിന്ന് ഉയരുകയോ പൊങ്ങുകയോ അല്ലെങ്കിൽ താഴുകയോ ഒന്നും ചെയ്യില്ല. ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിൽക്കുകയാണ് ചെയ്യുക. പക്ഷെ ഈ മൈനാക പർവ്വതം മാത്രം ഇടയ്ക്കിടയ്ക്ക് കടലിൽ നിന്നും മുകളിലേക്ക് ഉയർന്നു വരുന്നുണ്ട്. അപ്പൊ ഇത് കണ്ടപ്പോ ഹനുമാൻ തന്റെ ഇടം കൈ കൊണ്ട് ആ മൈനാക പർവ്വതത്തിനെ താഴേക്കൊന്ന് താഴ്ത്തി വിടുകയാണ്. എന്നിട്ട് ഹനുമാൻ യാത്ര തുടരാൻ ശ്രമിക്കുമ്പോൾ പിന്നിൽ നിന്നൊരു വിളി, നിൽക്കൂ, ഞാൻ നിങ്ങളുടെ മിത്രമാണ്, ശത്രുവല്ല. അങ്ങയുടെ യാത്രക്കിടയിൽ അല്പനേരം വിശ്രമിക്കാനായിട്ടൊരു ഇടം ഒരുക്കുക മാത്രമാണ് എന്റെ ലക്ഷ്യം. അപ്പൊ അത് കേട്ടപ്പോ ഹനുമാൻ തിരിഞ്ഞു നിന്ന് ആ പർവ്വതത്തിൽ വിരലൂന്നി അല്പനേരം പറക്കാതെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾ എന്നെ ക്ഷണിക്കാനുള്ള കാരണം? അപ്പോ മൈനാക പർവ്വതം പറഞ്ഞു, അങ്ങയുടെ പിതാവ് വായുദേവൻ എന്റെ മിത്രമാണെന്ന്. അപ്പോ അതെങ്ങനെ? കാരണം അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ ഞാനും മറ്റുള്ള പർവ്വതങ്ങളെ പോലെ ചിറകറ്റ് നിന്നേനെ.
അപ്പോ ഹനുമാൻ അതിശയത്തോടെ ചോദിച്ചു, പർവ്വതങ്ങൾക്ക് ചിറകോ? അതെങ്ങനെ? അപ്പോ മൈനാക പർവ്വതം തുടർന്നു, കൃതായുഗം എന്ന് പറഞ്ഞൊരു യുഗത്തിൽ വളരെ പണ്ട് ഈ പർവ്വതങ്ങൾക്ക് എല്ലാവർക്കും ചിറകുണ്ടായിരുന്നു അത്രേ. നമ്മുടെ ഹിമവാനും ഗന്ധമാത പർവ്വതത്തിനും എല്ലാത്തിനും ചിറകുകൾ ഉണ്ടായിരുന്നു. അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ എല്ലാ സ്ഥലത്തും ഇങ്ങനെ പറന്ന് നടന്ന് കാഴ്ചകളൊക്കെ കണ്ട് നടക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പൊ ഇത് കണ്ടപ്പോ ഭൂമിയിലുള്ള മനുഷ്യർക്കും ഇന്ദ്രലോകത്തിലുള്ള ദേവന്മാർക്കും ഒരു ഭയം. ഇവരിങ്ങനെ കറങ്ങി നടക്കുകയാണെങ്കിൽ നമ്മളെ ദേഹത്ത് തട്ടാനും അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വന്ന് പതിക്കാനൊക്കെ സാധ്യതയുണ്ട്. ഇതിനെന്തെങ്കിലും ഒരു പ്രതിവിധി ചെയ്താലേ തരമുള്ളൂ എന്ന്. അങ്ങനെ ദേവന്മാരെല്ലാവരും കൂടി ദേവേന്ദ്രനോട് പരാതിപ്പെട്ടു. അപ്പൊ ദേവേന്ദ്രൻ ആലോചിച്ചപ്പോ സംഗതി ശരിയാണല്ലോ. അങ്ങനെ ദേവേന്ദ്രൻ എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ വജ്രായുധം എടുത്ത് ഓരോ പർവ്വതത്തിന്റെയും ചിറകുകൾ അരിയാൻ തുടങ്ങി. ഇത് കണ്ടപ്പോ മൈനാക പർവ്വതം തന്റെ സുഹൃത്തായിട്ടുള്ള വായുദേവന്റെ അടുത്ത് പോയി. ഈ മൈനാക പർവ്വതം ഹിമവാന്റെ പുത്രനും കൂടിയാണ് കേട്ടോ. അപ്പൊ വായുവിന്റെ അടുത്ത് പോയി. വായുദേവൻ ഉടനെ തന്റെ അടുത്ത സുഹൃത്തായ വരുണദേവന്റെ അടുത്ത് പോയി. അപ്പൊ വരുണദേവൻ പറഞ്ഞു, നീ ഭയപ്പെടേണ്ട, നിന്നെ ഞാൻ ഈ സാഗരത്തിൽ ഒളിപ്പിച്ചു വെക്കാം. അതായത് നമ്മുടെ ഹനുമാൻ ലങ്കയിലേക്ക് പോകുന്ന വഴിയിലുള്ള ആ സാഗരത്തിന്റെ ഒത്ത നടുവിൽ ഒളിപ്പിച്ചു വെക്കാന്ന് പറഞ്ഞു. അപ്പോ അങ്ങനെ ഒളിപ്പിച്ചു വെച്ച മൈനാക പർവ്വതമാണ് ഇടയ്ക്കിടെ മുകളിലേക്ക് ലോകത്ത് എന്താ നടക്കുന്നതെന്ന് കാണാനായിട്ട് പൊങ്ങി വരുന്നത്. അപ്പൊ ഈ സമയത്ത് മൈനാക പർവ്വതം ഒന്നുകൂടെ പറയുന്നുണ്ട്, താങ്കളുടെ പിതാവിനോട് എനിക്ക് ഒരുപാട് കടപ്പാടുണ്ട്. അതിനൊരു പ്രത്യുപകാരം ചെയ്യാനുള്ള ഒരു അവസരം നോക്കി ഞാൻ നിൽക്കുകയായിരുന്നു. അതുകൊണ്ടാണ് അങ്ങയെ ഞാൻ അല്പനേരം വിശ്രമിക്കാൻ ക്ഷണിച്ചത്. അത് മാത്രമല്ല എന്റെ സൽക്കാരം സ്വീകരിക്കാനും പറഞ്ഞു. പക്ഷെ ഹനുമാന് ആദ്യം ഒരു സംശയം ഉണ്ടായിരുന്നു. കാരണം വളരെ ലക്ഷ്യബോധത്തോടു കൂടിയുള്ള ഒരു യാത്രയിലായിരുന്നു ഹനുമാൻ. യാത്രയുടെ ഇടയിൽ അപകടങ്ങൾ ഏതൊക്കെ രീതിയിൽ ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ എല്ലാത്തിനും ഒരു സംശയത്തോടു കൂടെ മാത്രമായിരുന്നു ഹനുമാൻ നോക്കിക്കണ്ടത്. പക്ഷെ ഈ കഥകളൊക്കെ കേട്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോ ഹനുമാൻ പറഞ്ഞു, ഞാൻ അങ്ങയുടെ ദാസനാണ്, വിനയത്തോടുകൂടി ഞാൻ അങ്ങയുടെ ക്ഷണം നിരസിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, എന്നെ കാത്ത് ദണ്ഡകാരണ്യത്തിൽ രാമൻ കാത്തിരിക്കുന്നുണ്ട്. എനിക്ക് സീതാദേവിയെ കണ്ട് സീതാദേവിയുടെ അന്വേഷണം തിരിച്ച് രാമന്റെ അടുത്ത് എത്തിക്കണമെന്ന്. അങ്ങനെ മൈനാക പർവ്വതത്തിന്റെ അനുഗ്രഹം വാങ്ങി രാമൻ വീണ്ടും യാത്ര തുടരുകയാണ്. അപ്പൊ ഇവിടെ മൈനാക പർവ്വതത്തെയും കണ്ടു. കുറച്ചു ദൂരം ചെന്നപ്പോ രാമമന്ത്രവും ഉരുവിട്ടുകൊണ്ട് കുറച്ചു ദൂരം ചെന്നപ്പോ വളരെ പർവ്വതാരൂപിയായിട്ടുള്ള ഒരു രാക്ഷസിയാണ് മുന്നിൽ കണ്ടത്. വാ പിളർന്ന് നിൽക്കുന്ന അഗ്നിഗോളങ്ങളൊക്കെ ഇങ്ങനെ കത്തി ജ്വലിക്കുന്ന ഒരു രാക്ഷസി. അപ്പൊ അതിനെ കണ്ടപ്പോ ഹനുമാൻ ഒരു നിമിഷം നിന്ന് ആലോചിച്ചു, ഇത് ആരായിരിക്കുമെന്ന്. അപ്പൊ പെട്ടെന്ന് ഇത് സുരസയാണെന്നുള്ള ഒരു ചെറിയൊരു സൂചന നമ്മുടെ ഹനുമാൻ ഉണ്ടായിരുന്നു. അപ്പൊ ഹനുമാൻ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ സുരസ തന്റെ വൻമരങ്ങൾ പോലെയുള്ള കൈകൾ മുന്നോട്ട് നീട്ടിയിട്ട് ഹനുമാനെ ഭക്ഷിക്കാൻ എന്ന രീതിയിൽ മുന്നോട്ട് വന്നു. എന്നിട്ട് സുരസ പറഞ്ഞു, ഞാൻ ഇതുവരെ ഇത്രയും വലിയൊരു വാനരനെ കണ്ടിട്ടില്ല. അപ്പൊ ഇന്നത്തെ എന്റെ ആഹാരം കുശാലായിരിക്കുമെന്ന്. അപ്പൊ അത് കേട്ടപ്പോ ഹനുമാൻ പറഞ്ഞു, ഞാനൊരു ദൂതനാണ്, ദൂതനെ ഭക്ഷിക്കുന്നത് ധർമ്മമല്ലല്ലോ. ഞാൻ ലങ്കയിലെത്തി സീതയെ കണ്ട് തിരിച്ച് രാമന്റെ അടുത്ത് സീതയുടെ അന്വേഷണം പറഞ്ഞിട്ട് വന്നിട്ട് ഞാൻ നിങ്ങളുടെ ഭക്ഷണമാകാന്ന്. അപ്പൊ സുരസ പറഞ്ഞു, ഒരിക്കലും ഒരു ഇരയെ വിട്ടുകളയാൻ മാത്രം ഞാനൊരു വിഡ്ഢിയല്ല, നിന്നെ ഞാൻ എന്തായാലും ഭക്ഷിക്കുന്നു. അപ്പോ ഹനുമാൻ വിചാരിച്ചു, ആദ്യം മൈനാക പർവ്വതത്തെ വിനയപൂർവമാണ് എതിർത്തതെങ്കിൽ ഇവിടെ വിനയം ചിലവാകില്ല. പകരം എന്തെങ്കിലും ഒരു വിദ്യയാണ് പ്രയോഗിക്കേണ്ടത്. എന്നാൽ മാത്രമേ ഈ മാർഗം നമുക്ക് മറികടന്നു പോകാൻ പറ്റുള്ളൂ. അങ്ങനെ സുരസയോട് പറഞ്ഞു. സുരസ അപ്പോ ഹനുമാന് ഭക്ഷണമാക്കാൻ വേണ്ടി വായ തുറന്നു പിടിച്ചിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഹനുമാൻ സുരസയുടെ വായിന്റെ ഉള്ളിലേക്ക് പോയി. കാരണം സുരസയ്ക്കും ബ്രഹ്മാവിൽ നിന്നൊരു വരം ലഭിച്ചിട്ടുണ്ടായിരുന്നു, ഏറ്റവും വലിയ രൂപമായിട്ട് മാറാനുള്ളത്. അപ്പൊ ഹനുമാനെ വിഴുങ്ങണമെങ്കിൽ എത്ര വലിയ രൂപമായിരിക്കും സുരസയുടേതെന്ന് വിളിക്കണം. അപ്പോ ഹനുമാൻ സുരസയുടെ വായിലേക്ക് കയറാൻ നേരത്ത് കയറി ചെന്ന ഉടനെ ഒരു കീടത്തിനെ പോലെ ചെറുതായിട്ട് മൂക്കിലൂടെ പുറത്തേക്ക് വന്നു. അപ്പൊ അവിടെ യുദ്ധത്തിനോ വിനയത്തിനോ തർക്കത്തിനോ ഒന്നും നിന്നില്ല. ഒരു വിദ്യ മാത്രം പ്രയോഗിച്ച് വേഗം ഹനുമാൻ രക്ഷപ്പെടുകയായിരുന്നു. കാരണം ഒരു ലക്ഷ്യത്തിൽ എത്തുന്നതിന് മുന്നേ ഇങ്ങനെ പല പല വിഘ്നങ്ങളും, അപ്പൊ അതിൽ ഓരോന്നിനും സമയം ചെലവഴിക്കാൻ നമ്മളടുത്ത് സമയമില്ല. കാരണം ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതിന് മുന്നേയുള്ള ഓരോ നിമിഷവും വിലപ്പെട്ടതാണെന്നുള്ള അറിവാണെന്ന ആവശ്യവും ഹനുമാൻ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സുരസയിൽ നിന്ന് രക്ഷപ്പെട്ട ഹനുമാൻ പോകുന്ന വഴിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ തന്നെ അനുഗ്രഹിക്കാനായിട്ട് കൈകൾ ഉയർത്തി നിൽക്കുന്ന നാഗദേവതയാണ് ഹനുമാൻ കാണുന്നത്. അപ്പൊ ഹനുമാൻ ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുകയാണ്, എല്ലാവരും എന്നെ പരീക്ഷിക്കുകയാണല്ലേ,
അങ്ങനെ മനസ്സിൽ ചിരിച്ചുകൊണ്ട് ഹനുമാൻ വീണ്ടും രാമമന്ത്രം ഉരുവിട്ടുകൊണ്ട് ലങ്കയെ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരുന്ന് കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ ഭീമാകാരനായ മറ്റൊരു രാക്ഷസിയുടെ ഒരു നിഴൽ പോലെയാണ് അദ്ദേഹം കണ്ടത്. അപ്പൊ അങ്ങനെ അദ്ദേഹം സമുദ്രത്തിന്റെ മുകളിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആരോ താഴേക്ക് പിടിച്ച് വലിക്കുന്നത് പോലെ തോന്നുന്നു. അപ്പോൾ ഹനുമാൻ തന്റെ വേഗത വീണ്ടും കൂട്ടുകയാണ്. അങ്ങനെ വളരെ വേഗത്തിൽ കുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹനുമാന്റെ കൈയും കാലൊക്കെ തളരുന്നത് പോലെ തോന്നി. അപ്പൊ ഒരു കൈ എടുത്ത് നെഞ്ചിൽ വെച്ച് ഹനുമാൻ വീണ്ടും വീണ്ടും കുതിച്ചു പായാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. അപ്പോ ഹനുമാൻ ഇങ്ങനെ താഴേക്ക് നോക്കുമ്പോഴാണ് താഴെ സിംഹിക എന്ന് പറഞ്ഞ വലിയൊരു രാക്ഷസിയെ കാണാൻ ഇടയായത്. അപ്പോ സിംഹിക വളരെ ഭീകരിയായിട്ടുള്ള രാക്ഷസിയാണ്, വളരെ ക്രൂരമായിട്ടുള്ള രാക്ഷസിയാണ്. അപ്പൊ അവിടെ നമുക്ക് വിനയമോ വിദ്യയോ ഒന്നും പ്രയോഗിച്ചിട്ട് കാര്യമില്ല, രാക്ഷസിയോട് ഏറ്റുമുട്ടുക എന്നല്ലാതെ വേറെ വഴിയില്ല. അങ്ങനെ ആ രാക്ഷസിയുമായിട്ട് ഏറ്റുമുട്ടി ആ സിംഹികയെ വധിച്ചതിന് ശേഷം ഹനുമാൻ വീണ്ടും യാത്ര തുടരുകയാണ്. അങ്ങനെ 3 മാർഗവിഘ്നങ്ങളാണ്. ആദ്യത്തേത് മൈനാകം, രണ്ടാമത്തേത് സുരസ, സരസു അല്ലാട്ടോ സുരസ, പിന്നെ മൂന്നാമത്തേത് സിംഹിക. അങ്ങനെ 3 പേരുടെയും മാർഗവിഘ്നങ്ങൾ മാറ്റിയതിനു ശേഷം ഹനുമാൻ തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഒരു സന്ധ്യാനേരത്തായപ്പോഴേക്കും കേൾക്കുന്നുണ്ടോ? ഓക്കെ. അങ്ങനെ ഒരു സന്ധ്യാനേരമായപ്പോഴേക്കായിരുന്നു ഹനുമാൻ ലങ്കയിലെത്തിയത്. അപ്പോ ഇരുട്ടിൽ നല്ല വർണ്ണശബളമായിട്ടുള്ള വെളിച്ചങ്ങളൊക്കെ തൂകി നിൽക്കുന്ന ലങ്ക കണ്ട് ഹനുമാന് വളരെ ഇഷ്ടമായി. സമ്പാദി പറഞ്ഞതനുസരിച്ച് ലങ്കയെക്കുറിച്ച് ഏകദേശം ഒരു രൂപം നമ്മുടെ ഹനുമാൻ ഉണ്ടായിരുന്നു. അപ്പോ ലങ്കാ നഗരത്തിന്റെ ഒത്ത നടുവിലാണ് ലങ്കേശ്വരനായ രാവണന്റെ മാളിക എന്നും സമ്പാദി പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോ ഈ ഒരു മാളിക ലക്ഷ്യമാക്കിയാണ് ഹനുമാന്റെ പോക്ക്. അങ്ങനെ കുറച്ചു ദൂരം പോയി കഴിഞ്ഞ് കുറച്ചു സമയം കഴിഞ്ഞപ്പോഴേക്കും കൂരിരുട്ടായി. അപ്പൊ ഹനുമാൻ വിചാരിച്ചു, ഇനിയിപ്പൊ ഇത്ര വലിയ രൂപത്തിന്റെ ഒന്നും ആവശ്യമില്ല, ഇരുട്ടല്ലേ, തന്നെ ആരും കാണില്ലായിരിക്കും, ചെറിയൊരു വാനരന്റെ രൂപം ധരിച്ച് ഇതിലേക്ക് ഒന്ന് ചാടിത്തുള്ളി നടക്കാം, കേവലം ഒരു കുരങ്ങനാണെന്നേ ആൾക്കാര് വിചാരിക്കുള്ളൂ എന്ന് വിചാരിച്ച് ഹനുമാൻ ഇങ്ങനെ ഒരു ചെമ്പക മരത്തിൽ ഇരുന്ന് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് അടുത്ത ദിവസം ഇന്ന് രാത്രി തന്നെ സീതാദേവിയെ കാണണം, അങ്കുലിയം കൊടുക്കണം, അടയാളവാക്യം കൊടുക്കണം, തിരിച്ച് അതിരാവിലെ രാമന്റെ കയ്യിൽ ഇതെല്ലാം എത്തിക്കണം. അങ്ങനെ ഒരു നിശ്ചയദാർഢ്യത്തോടെ ഹനുമാൻ ആലോചിച്ചിരിക്കുമ്പോൾ ആരോ പെട്ടെന്ന് തന്റെ വാലിൽ പിടിച്ച് വലിക്കുന്നത് പോലെ തോന്നി. നോക്കിയപ്പോൾ അത് ലങ്കയുടെ കവാടത്തിന്റെ ഒരു കാവൽക്കാരിയായിരുന്നു, പേര് ലങ്കാലക്ഷ്മി. അപ്പൊ ലങ്കാലക്ഷ്മി പിടിച്ചു വലിക്കുന്നത് കണ്ടപ്പോ ഹനുമാൻ ചെന്ന് ചോദിച്ചു, എന്തിനാണ് എന്റെ വാല് പിടിച്ചു വലിക്കുന്നതെന്ന്. അപ്പൊ ഈ ലങ്കാ നഗരത്തിലേക്ക് ആർക്കും പ്രവേശനമില്ല, നിങ്ങൾ ഇവിടുന്ന് ഉടനെ പോകണമെന്ന് പറഞ്ഞു. അപ്പൊ ഹനുമാൻ പറഞ്ഞു, ഞാൻ കേവലം ഒരു വാനരനല്ലേ, ഞാൻ ഇവിടെയൊക്കെ ചുറ്റിത്തിരിഞ്ഞ് പൊയ്ക്കോളാം എന്ന് പറഞ്ഞു. പക്ഷേ ഈ ലങ്കാലക്ഷ്മി സത്യത്തിൽ വിജയലക്ഷ്മി എന്ന് പറയുന്ന ബ്രഹ്മദേവന്റെ ഒരു ഭണ്ഡാര സൂക്ഷിപ്പുകാരിയായിരുന്നു. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഗജാഞ്ചി അല്ലെങ്കിൽ ട്രഷറർ എന്നൊക്കെ പറയും. അപ്പൊ ബ്രഹ്മാവിന്റെ ഭണ്ഡാര സൂക്ഷിപ്പുകാരിക്ക് ഒരിക്കൽ എന്തോ ഒരു അശ്രദ്ധ മൂലം ചെറിയൊരു തെറ്റുപറ്റി, ചെറിയ അഴിമതിയോ അല്ലെങ്കിൽ വല്ല കണക്കിൽ എന്തെങ്കിലും തെറ്റുകൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. അപ്പോ അത് പ്രകാരം നമ്മുടെ വിജയലക്ഷ്മിക്ക് ബ്രഹ്മദേവൻ ഒരു ശാപം കൊടുത്തു, നിനക്കിനി ബ്രഹ്മലോകത്ത് സ്ഥാനമില്ല, നീ വേഗം രാവണന്റെ ലങ്കാപുരിയിലേക്ക് പോയിക്കോളും, അവിടെ ആ ലങ്കാദേശത്തിന്റെ ഐശ്വര്യമായിട്ട് നീ ജീവിക്കുക. എന്നാണോ ലങ്കയുടെ ഐശ്വര്യം നഷ്ടാവുന്നത് അല്ലെങ്കിൽ അസ്തമിക്കുന്നത്, ആ സമയത്ത് അവിടെ ഒരു വാനരൻ പ്രത്യക്ഷപ്പെടും. ആ സമയത്ത് നീ ആ വാനരനുമായിട്ട് ഏറ്റുമുട്ടുക. അപ്പോ ആ വാനരനിൽ നിന്നും നിനക്ക് നിന്റെ ശാപമോക്ഷം ലഭിക്കുന്നു. അപ്പൊ ലങ്കാലക്ഷ്മി ശരിക്കും നമ്മുടെ ഹനുമാനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ അവര് തമ്മിൽ ഒരു യുദ്ധത്തിൽ ഏർപ്പെടുകയും ഹനുമാന്റെ കയ്യിൽ നിന്നും ശിരസിലേക്ക് ഈ ലങ്കാലക്ഷ്മിക്ക് നല്ലൊരു പ്രഹരമേൽക്കുകയും ചെയ്യുന്നു. അപ്പൊ ഈ പ്രഹരം കിട്ടിയ ഉടനെ സുന്ദരിയായ വിജയലക്ഷ്മിയായിട്ട് നമ്മുടെ ലങ്കാലക്ഷ്മി മാറുന്നു. ഇതാണ് ലങ്കാലക്ഷ്മി മോക്ഷം എന്ന് പറയുന്ന ഭാഗത്തിൽ വരുന്നത്. അവസാനം വിജയലക്ഷ്മിയുടെ അനുഗ്രഹത്തോടുകൂടി ലങ്ക ചുറ്റി കാണുന്നതാണ് ഈ ഭാഗത്തിൽ സംസാരിക്കുന്നത്. അപ്പൊ ഇതിന്റെ പ്രായോഗികമായിട്ടുള്ള കാര്യം എന്താണ്, എന്തിനാണ് ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ മനുഷ്യർക്ക് എങ്ങനെയാണ് ഇത് ഉതകുന്നതെന്ന് നോക്കുമ്പോൾ ഈ പ്രതിസന്ധി എങ്ങനെയാണ് മനുഷ്യൻ തരണം ചെയ്യുക എന്നതാണ് ഇത് ഒരുപാട് പ്രാവശ്യം പല രീതിയിൽ നമുക്ക് ഹനുമാൻ കാണിച്ചു തരുന്നത്. ഈ ഉഗ്രായ കടൽ അല്ലെങ്കിൽ ഈ സമുദ്രമാണ് മനുഷ്യന്റെ പ്രതിസന്ധി. മനുഷ്യന് പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാവും, സങ്കടം ഉണ്ടാവും, ആരോഗ്യകരമായ പ്രതിസന്ധികൾ ഉണ്ടാവും, കുടുംബത്തിൽ ബന്ധങ്ങൾ തമ്മിൽ,
അല്ലെങ്കിൽ പണത്തിന്, അങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാവും. ഈ പ്രതിസന്ധികൾ ഓരോന്നും മനുഷ്യൻ തരണം ചെയ്യേണ്ടത് ഓരോ രീതിയിലായിരിക്കണം. എല്ലാത്തിനെയും ബലത്താലെയോ എല്ലാത്തിനും വിനയത്തോടെയോ അല്ലെങ്കിൽ എല്ലാത്തിനെയും വിദ്യകൾ ഉപയോഗിച്ചോ തരണം ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഓരോരുത്തർക്കും എങ്ങനെയാണോ അത് തരണം ചെയ്യേണ്ടത് അതുപോലെ മാത്രമായിരിക്കണം തരണം ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതിന് മുന്നേ ഒരിക്കലും നമുക്ക് വിശ്രമിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ചിന്തയെ പല രീതിയിൽ അതിനെ എന്താ പറയാ അതിനെ മാറ്റാനുള്ള ഒരുപാട് ഘടകങ്ങൾ ഇടയിൽ വന്നാലും നമ്മൾ ഒരിക്കലും അതിൽ നിന്ന് വ്യതിചലിക്കരുത്. എന്താണോ നമ്മുടെ ലക്ഷ്യം അത് നിറവേറ്റിയിട്ട് മാത്രമേ നമ്മൾ വിശ്രമിക്കാൻ പാടുള്ളൂ. ഹനുമാൻ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതായത് ലങ്കയിലുള്ള സീതാദേവി. അതുപോലെ നമ്മുടെ ജീവിതത്തിലും ഓരോ ലക്ഷ്യം ഉണ്ടായിരിക്കും നമുക്ക്. ആ ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടി പോകുന്നതിനിടയിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാകും. അതെല്ലാം തരണം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിട്ടും ഹനുമാന്റെ അചഞ്ചലമായിട്ടുള്ള ആ സ്നേഹം, ശ്രീരാമനോടുള്ള അചഞ്ചലമായിട്ടുള്ള സ്നേഹം വീണ്ടും വീണ്ടും നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നമുക്ക് നമ്മളോട് തന്നെയുള്ള വിശ്വാസമാണ്. ആദ്യം ഹനുമാന് സംശയം ഉണ്ടായിരുന്നു, എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം. പക്ഷേ ജാംബവാൻ ഓരോ കാര്യങ്ങളും ഓർമ്മിച്ചു കൊടുത്തപ്പോൾ സ്വയം ഒരു ശക്തി ഹനുമാന് വരികയും അതനുസരിച്ച് ഹനുമാൻ ഓരോന്നും തരണം ചെയ്തു പോയപ്പോ ആ പ്രതിസന്ധികൾ തരണം ചെയ്യുന്ന ശക്തി ഹനുമാന് കിട്ടുകയും ചെയ്തു. അപ്പോ ഇതുപോലെ ഈ ഒരു കഥാഭാഗത്തിൽ വന്നിരിക്കുന്ന മഹേന്ദ്ര പർവ്വതത്തിനെയും മൈനാകത്തിനെയും സുരസയെയും സിംഹികയെയും ലങ്കാലക്ഷ്മി എന്നറിയപ്പെടുന്ന വിജയലക്ഷ്മിയെയും നിങ്ങൾ ഒരിക്കലും മറക്കില്ലെന്ന് വിചാരിക്കുന്നു. ഈ ഒരു അവസരം തന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. വയനാടൻ ചെട്ടി സർവീസ് സൊസൈറ്റി തമിഴ്നാട് സമിതി ഭാരവാഹികൾക്ക് ടൂർണമെന്റ് സമിതിയുടെ നന്ദി അറിയിക്കുന്നു. വനിതാ വേദി ഭാരവാഹികൾക്കും നന്ദി അറിയിക്കുന്നു. ഗൂഗിൾ മീറ്റ് നടത്തുന്ന ഭാരവാഹികൾക്കും നന്ദി അറിയിക്കുന്നു. ആമുഖം നടത്തിയ സതീഷ് കുമാർ കോടിമാട് അവർക്കും നന്ദി അറിയിക്കുന്നു. സ്വാഗതം ചെയ്ത ടൂർണമെന്റ് സമിതിയിലെ പ്രഭാകരൻ അവർക്കും നന്ദി അറിയിക്കുന്നു. രാമായണ പാരായണം നടത്തിയ അംഗങ്ങൾക്കും നന്ദി അറിയിക്കുന്നു. നമുക്ക് ഒരുപാട് രാമന്റെ കഥകൾ ഇവിടെ വിവരിച്ച് രാമായണത്തിനെ പറ്റി പറഞ്ഞു തന്ന സുപ്രീം ഹരീഷ് നമ്മുടെ സമുദായ അംഗമായ യൂട്യൂബർ കൂടിയുമാണ്. അവർക്കും ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. ശ്ലോകം ചൊല്ലുന്ന നീലാംബരി വിനോദ് മോൾക്കും നന്ദി അറിയിക്കുന്നു. നമ്മുടെ സമുദായ അംഗങ്ങൾക്കും കുടുംബ അംഗങ്ങൾക്കും ടൂർണമെന്റ് സമിതിയുടെ നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ശ്ലോകം ചൊല്ലുന്നതിനായി നീലാംബരി മോളെ ക്ഷണിച്ചുകൊള്ളു. രാമം ദശരഥം വിത്തിം മാം വിത്തിം ജനകാത്മജാം അയോധ്യാടവീം വിത്തിം ഗച്ഛതാദായ ദാസുകം. ഓം പൂർവം രാമ തപോവനാദി രമണം ഹത്വാമൃം കാഞ്ചനം വൈദേഹി ഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലി നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരി ദഹനം പശ്ചാത് രാവണ കുംഭകർണ ഹനനം ഏതദ്ധി രാമായണം. ഓം ശാന്തി ശാന്തി ശാന്തി.